ഞാൻ ഏറെക്കാലമായി പോകാൻ ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ് ലിബിയ. വലിയ സംഭവബഹുലമായ കാലങ്ങളിലൂടെ കടന്നു വന്നൊരു രാജ്യം, ഏറെ ചരിത്രമുള്ളൊരു രാജ്യം. പക്ഷേ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് ഇതുവരെ പോകാൻ പറ്റിയില്ല. അപ്പോഴാണ് ലിബിയയിൽ ദീർഘകാലം ജീവിച്ച ഒരു മലയാളി കോഴിക്കോട്ടുണ്ടെന്നറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ ഈ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. ശ്രീ വിജയകുമാർ. അദ്ദേഹവും ഭാര്യയും കുടുംബസമേതം ലിബിയയിലായിരുന്നു. ലിബിയയിലെ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൻ്റെ മുഅമ്മർ ഗദ്ദാഫി എന്ന അവിടുത്തെ ഭരണാധികാരിയുടെ ജീവിതത്തെ സംബന്ധിച്ച്, ആ നാട്ടുകാരെയും അവരുടെ ജീവിതത്തെ സംബന്ധിച്ചൊക്കെയുള്ള കഥകളുമായാണ് ശ്രീ വിജയകുമാർ ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥകൾ നമുക്ക് കേൾക്കാം. സ്വാഗതം. താങ്ക് യു. എങ്ങനെയാണ് ഈ ലിബിയയിലേക്ക് എത്തുന്നത്? എൻ്റെ ഭാര്യ 80 മുതൽ അവിടെ ജോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയതാണ്. ഭാര്യ എന്ത് ജോലിയായിരുന്നു അവിടെ ചെയ്തത്? ഭാര്യയുടെ മൈക്രോബയോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ലാബിൽ, സെൻട്രൽ ലാബ് എന്ന് പറഞ്ഞിട്ട് ബംഗാസിയിൽ എന്നുണ്ടെങ്കിൽ. അപ്പോൾ വൈഫിൻ്റെ ബ്രദറും ഫാമിലിയും നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. 76 പോയതാണ് അവർ. അപ്പോൾ അവരാണ് എല്ലാം കൂടെ ശരിയാക്കി, വിസയൊക്കെ ശരിയാക്കി അവളവിടെ എത്തി. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് വന്നു. ഞങ്ങളിവിടെ കല്യാണം കഴിഞ്ഞിട്ട് 83 ഞാൻ പോകുന്നത് അവിടെ എന്നുണ്ടെങ്കിൽ. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തുന്നത്. 1.5 കൊല്ലത്തോളം ഞാൻ സൗദിയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് എന്താണെങ്കിൽ ഫാമിലിയായിട്ട് താമസിക്കാനുള്ള സൗകര്യം വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ ഒരു സൗകര്യം ഏറ്റവും കൂടുതൽ ഇവർ പ്രിഫർ ചെയ്യുന്ന ഫാമിലി ലൈഫിനാണ്. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. എല്ലാ അക്കോമഡേഷനും അവർ തരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കനുസരിച്ചിട്ടാണ് അവിടെ അക്കോമഡേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞത്. 2 കുട്ടിയുണ്ടെങ്കിൽ 1 ബെഡ്റൂം 2 ബെഡ്റൂം ഉള്ളത് കൊടുക്കും. 3 കുട്ടികളാണ് എന്തായിട്ടുണ്ടെങ്കിൽ 3 ബെഡ്റൂം ഉള്ളത് കൊടുക്കും. ഇങ്ങനെയൊക്കെ ഒരു സൗകര്യം ഇത് കണ്ടപ്പോൾ സൗദിയേക്കാൾ ബെറ്റർ ലിബിയയിലാണെന്ന് തോന്നി കല്യാണം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോയി. ഭാര്യ അന്ന് എന്തായിരുന്നു അവിടെ ജോലി ചെയ്തിരുന്നത്? അവർ മൈക്രോബയോളജിസ്റ്റായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. സെൻട്രൽ ലാബ്, ഹോസ്പിറ്റലല്ലാതെ. അതായത് സെൻട്രൽ ലാബ് എന്ന് പറയുന്നത് ഈ ആര് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവർക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് പരിപാടിയുണ്ട്, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഇവർ ഏത് എംപ്ലോയീസും ലിബിയയിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമേ അവർ ബാക്കിയുള്ള എവിടേക്കും അവർ പോസ്റ്റ് ചെയ്യുള്ളൂ. അത് ജോലിക്ക് വരുന്നവർക്കാണോ? ജോലിക്ക് വരുന്നത് ഏത് ജോലിക്കും, ലിബിയയിൽ ഏത് ജോലിക്ക് വരികയാണെങ്കിലും, ഈവൻ ഫാക്ടറിയിൽ വരുന്ന ആദ്യം ഇവിടെ മെഡിക്കൽ ടെസ്റ്റ് വേണം. ആ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ അവർ ജോലി കൺഫേം ആകുള്ളൂ. ഈ ഇന്ത്യയിലെ ജീവിതവും സൗദിയിലെ ജീവിതവും കഴിഞ്ഞാണ് ലിബിയയിലേക്ക് ചെല്ലുന്നത്. അതെ. ഇത് ലിബിയയിലേക്ക് ചെല്ലുമ്പം എന്തായിരുന്നു ഇതിൽ നിന്നുള്ള വ്യത്യാസം? സൗദി വെരി അന്നത്തെ കാലത്ത് നോക്കുമ്പോൾ വെരി അഡ്വാൻസ്ഡ് ആണ്. എവിടെ? സൗദി എന്ന് പറയുന്നത്. അന്നത്തെ ലിബിയ നോക്കുമ്പോൾ, ലിബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടി മനുഷ്യന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ കിട്ടുള്ളൂ. അക്കാലത്തെ ലിബിയ അതായിരുന്നു. ആ കാലത്തെ ലിബിയ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കിട്ടും. കാരണം റേഷനുണ്ട്, റേഷൻ പരിപാടിയാണ് അവിടെ ഉള്ളത്. അതേസമയത്ത് സംഗതിയുടെ അവൈലബിലിറ്റി കുറവാണ്. എന്ന് പറഞ്ഞാൽ നാഷണലൈസ് ചെയ്തു കംപ്ലീറ്റ്. ആ സമയത്ത് 83-ക്ക് മുമ്പ് നാഷണലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രൈവറ്റായിട്ടുള്ള ഒരു എൻ്റർപ്രൈസസും ഇല്ല അവിടെ. കംപ്ലീറ്റ് നമ്മളുടെ വഴി റേഷൻ ഷോപ്പ് എന്ന് പറയുന്ന മാതിരി അവിടെ ജമയ എന്നാണ് പറയുക. ഈ ജമയയിൽ കൂടിയാണ് സാധനങ്ങൾ മുഴുവൻ വിൽക്കുന്നത്. അത് ഗവൺമെൻറ്റാണ് വിൽക്കുന്നത്, പ്രൈവറ്റായിട്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഷോപ്പുകളാണ് അത് മുഴുവനും. വേറെ യാതൊന്നുമില്ല അവിടെ. അതായത് ഒരു സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ബൈ പ്രോഡക്റ്റ് മാതിരി തന്നെയായിരുന്നു. അവരുടെ ടെക്നീഷ്യൻസും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. സോവിയറ്റ് യൂണിയൻ അവിടെ ഉണ്ടായിരുന്നു, പ്രസൻസ് ഉണ്ടായിരുന്നു. യെസ്, ഉണ്ടായിരുന്നു. അതായത് ഒരു സോവിയറ്റ് സിസ്റ്റം തന്നെയായിരുന്നു ലിബിയയിലും അക്കാലത്ത് നടന്നിരുന്നത്. യെസ്, അതെ. പക്ഷേ ഈ പറഞ്ഞ മാതിരിയാണ് സാധനങ്ങൾ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ ഈ പറഞ്ഞാൽ ഓരോ ഷിപ്പ് വരുന്ന സമയത്ത് ഈ സാധനങ്ങളുള്ളത് അങ്ങ് ഡിസ്പേഴ്സ് ചെയ്യും. ആ സമയത്ത് കിട്ടുന്നത് കിട്ടും. പിന്നെ അടുത്ത ഷിപ്പ് വരുന്നത് വരെ ഈ കടകളിലൊന്നും കാണില്ല, സാധനങ്ങളുണ്ടാവില്ല. പക്ഷെ അത് ചില കാലത്ത് കിട്ടില്ല, ചിലത് കിട്ടും. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി വരുമ്പോൾ 5-8 ചാക്ക് ഒന്നിച്ചിട്ട് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കും. പഞ്ചസാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50 കിലോൻ്റെ ചാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കും. ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് മുഴുവൻ. അപ്പോൾ കിട്ടുമ്പോൾ കിട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക അങ്ങനെ. പക്ഷേ വലിയ ഇതൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടുതന്നെ അങ്ങനെ പറയാം, ഈ സ്കേഴ്സിറ്റി ഉണ്ടെങ്കിൽ കൂടി അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയാനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടേക്ക് ആകർഷിച്ച ഘടകം എന്ന് പറയുന്നത് ശമ്പളം മാത്രമാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല, ഫാമിലി ലൈഫാണ്. ലിബിയയിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അത്രത്തോളം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ടോട്ടലായിട്ട് ഇന്ത്യയുടെ പകുതി സ്ഥലം ഉണ്ടായിരിക്കും അതെല്ലാം കൂടെ. പിന്നെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി കൈൻഡ്. പറഞ്ഞാൽ അറബ്സിനെ പോലെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻസ് എന്നുള്ള ഒരു റെസ്പെക്റ്റ്
എവിടെയും കിട്ടിയിരുന്നു. അത്ര വലിയ കാര്യമാണ്. ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഒരു റെസ്പെക്റ്റ് നമുക്ക് എവിടെയും കിട്ടിയിരുന്നു. അത് എന്ത് കാര്യത്തിന് എന്ന് എഴുതണമെങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും നിൽക്കാൻ കാരണം. പിന്നെ എവിടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കൺസിഡറേഷനാണ് അവർ തരുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു വിദേശ രാജ്യത്ത് പോയി ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഇപ്പോൾ യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിൽ, അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ ആളുകളുടെ ഈ മിച്ചം പൈസ ഇല്ലെങ്കിൽ അവരവരുടെ ജീവിതം ആസ്വദിക്കുകയാണ്, ഒരു വികസിതമായ ഒരു നാടിൻ്റെ സുഖസൗകര്യങ്ങളൊക്കെ. എന്നാൽ നമ്മൾ ഗൾഫ് നാടുകളിലേക്ക് ഒറ്റയ്ക്കൊക്കെ പോയി ജീവിക്കുന്നതെന്ന് പറയുന്നത് അവിടുത്തെ ശമ്പളമാണ് നമ്മളെ ആകർഷിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ലിബിയയിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത് ഇപ്പോൾ ജീവിത സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ അധികം ഇല്ലല്ലോ. ഈ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ റേഷൻ സംവിധാനങ്ങൾ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് വളരെ കുറവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ശമ്പളം നല്ലത് കിട്ടുക, അത് നാട്ടിലേക്ക് അയക്കുക, അതായിരിക്കുമല്ലോ അന്ന് പോയവരുടെയൊക്കെ ലക്ഷ്യം. പക്ഷെ പലർക്കും അതായിരിക്കാം. പക്ഷെ ഒരു ഫാമിലി ലൈഫിന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് ഭാര്യയെ കുട്ടികളായി നിങ്ങൾക്ക് താമസിക്കാൻ വീട് ഗവൺമെൻറ് തരുന്നു. അപ്പോൾ അതിനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫ്ലാറ്റ് നിങ്ങൾക്ക് തരും. അത് ഞാൻ പറഞ്ഞില്ല, അത് ഡിപ്പെൻസ് ചിൽഡ്രൻ്റെതിനും കൂടെ നോക്കിയിട്ടാണ് അവർ തരുന്നത്. നിങ്ങൾക്ക് സുഖമായിട്ട് താമസിക്കാൻ ഒരു വീട് തരുന്നുണ്ട്. സാലറി ഒരു 30% നിങ്ങൾക്ക് ഹൗസ് റെൻറ്റ് തരുന്നുണ്ട്. താമസം തരും. എല്ലാ 2 കൊല്ലം കൂടുമ്പോഴും നിങ്ങൾ ഗവൺമെൻറ് സർവീസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോളിഡേയ്സിന് ഇൻക്ലൂഡിങ് ടിക്കറ്റ് 3 കുട്ടികളുണ്ടെങ്കിൽ 3 ടിക്കറ്റ് വരെ അവർ തരുന്നുണ്ട്. നാട്ടിലേക്ക് വരാനാണോ? നാട്ടിലേക്ക് വന്നു പോകാൻ. നിങ്ങൾ എവിടുന്നാണ് ഇവിടുന്ന് പോയതെന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള ടിക്കറ്റ് അവർ തരും. അതാണ് 3 കുട്ടികളടക്കം. ഇതിൽ കൂടുതൽ സൗകര്യം നമ്മൾ വേറെ എവിടെയൊന്നും. പിന്നെ സാലറി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ബാങ്കിൽ പോകുന്നുമുണ്ട്. അതിന് യാതൊരു സംശയമില്ല. ഈ ആ പണം ഇന്ത്യയിലേക്ക് ആ പൈസ മുഴുവൻ അയക്കുന്നതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. എന്താണ് 50% നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ആ 50% നിങ്ങൾ അവിടെ ചിലവാക്കിക്കൊള്ളണം. അതിൻ്റെ ഒരു വേറൊരു ഇത് അവർ പറയുന്നത് എന്താണെങ്കിൽ നിങ്ങൾ പണം മുഴുവൻ അയച്ചിട്ട് പട്ടിണി അടക്കരുത്. അതാണ് അവർ മീൻ ചെയ്യുന്നത്. നിങ്ങൾ ഫാമിലിയായിട്ട് കഴിയുന്നുണ്ട്, നിങ്ങളിപ്പോൾ 50% അവിടെ ചിലവാക്കിക്കോളൂ, 50% നാട്ടിലേക്ക് അയച്ചോളൂ, നിങ്ങൾ അവിടെ സുഖമായിട്ട് കഴിയുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ മലയാളി സമൂഹം ഉണ്ടായിരുന്നോ? വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു. 76 മുതൽ ഇവിടെ നിന്നിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരുവിധം യൂണിവേഴ്സിറ്റികളിലും മുഴുവനും ഇന്ത്യൻ ഡോക്ടേഴ്സും മലയാളി ഡോക്ടേഴ്സ്, മറ്റേ ഡെൻ്റൽ ഫാക്കൽറ്റിയിൽ, ഗാരിയനസ് യൂണിവേഴ്സിറ്റിയിൽ, ട്രിപ്പോളി യൂണിവേഴ്സിറ്റിയിൽ മുഴുവൻ ഇഷ്ടം പോലെ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലുകളിൽ നേഴ്സുമാർ ഒരുപാട് ആൾക്കാർ മലയാളികളാണ്. പിന്നെ ഡോക്ടേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വന്ന് ഇഷ്ടം പോലെ ഡോക്ടർ. ഇപ്പോൾ ഞങ്ങളൊരു 72 ഫ്ലാറ്റുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു പകുതി 75% മലയാളികളായിരുന്നു. നേഴ്സുമാരും ഡോക്ടർമാരും ഇതൊക്കെ ആയിട്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലുന്നത് നമ്മളെ സ്വന്തം നാടുമാരിയാണ് ഫീൽ ചെയ്യുന്നത്. 4 ചുറ്റും കുട്ടികൾക്ക് കളിക്കാൻ ഇതിനുള്ള അപ്പോൾ അതൊക്കെ കൂടി കൊണ്ട് നിൽക്കാനുള്ള ഒരു സാഹചര്യം. ഗദ്ദാഫിയെക്കുറിച്ച് അവിടെ ചെല്ലുന്നതിന് മുമ്പ് അറിയാമായിരുന്നോ? കേട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ ഗദ്ദാഫിയെ ഫീൽ ചെയ്തിട്ടുണ്ടോ? മീൻസ് അദ്ദേഹത്തിൻ്റെ പ്രസൻസ്, അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം, ഇതിനെക്കുറിച്ചൊക്കെ അറിയാനോ അദ്ദേഹത്തിനെ കേൾക്കാനോ ഒക്കെയുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ ആ ഒരു ഇതിലേക്ക് നമ്മൾ പോയിട്ടില്ല. കാരണം എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു പൈപ്പ് ഫാക്ടറിയിൽ ജോയിൻ ചെയ്തു എന്നുണ്ടെങ്കിൽ. അപ്പോൾ ജോയിൻ ചെയ്ത സമയത്ത് അവിടെ തന്നെ ലിബിയൻസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളോട് സംസാരിക്കും അവർ ഓപ്പണായിട്ട്. പക്ഷേ അവർ തമ്മിൽ സംസാരിക്കുന്നതിന് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഭയമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ചോദിക്കുന്നതിന് ലിമിറ്റുണ്ട് ഒരുപാട്. ഞാൻ കേട്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്പൈ വർക്കുകളുള്ള സ്ഥലം അത്. എന്താണെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലെ അനിയൻ ആരാണ്, എന്താണ്, ഏട്ടൻ എന്താണ്, ഏതാണ് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ 1-2 പേര് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, കൂടെ വർക്ക് ചെയ്യുന്നവരും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആരായി കേൾക്കുന്നത്, അതായത് ചുറ്റും സ്പൈ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ട് അവിടെ ഉണ്ട്. യെസ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഭയപ്പെട്ടും ഒന്ന് ആശങ്കപ്പെട്ടാ സംസാരിക്കുന്നത്. യെസ്, ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആ ഒരു എഫക്റ്റ് ഉണ്ട് അവിടെ. അതുകൊണ്ട് കഴിയുന്നിടത്തോളം പുള്ളിയുടെ പേര് ആരും പറയാറില്ല, എവിടെയും മെൻഷൻ ചെയ്യാറില്ല. എന്ന് പറഞ്ഞാൽ ഇതേത് തരത്തിൽ എടുക്കും എന്നുള്ളത് അവർക്കും അറിയില്ല. അതുകൊണ്ട് ആരും മെൻഷൻ ചെയ്യാറില്ല. പിന്നെ നമ്മൾ ചെന്നത് ജോലി ചെയ്യാനാണ്. കാശ് പോകുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. അതാണ് കാര്യം. ഓക്കെ. അവിടെ അന്ന് നിങ്ങൾക്ക് അവിടെ എൻ്റർടൈൻമെൻറ്റിനൊക്കെയുള്ള ഫെസിലിറ്റി എന്താ ഉള്ളത്? അവിടെ യാതൊന്നുമില്ല. ഈ മലയാളികളുടെ ക്ലബ്ബുകൾ വല്ലതും ഉണ്ടായിരുന്നോ? ഞങ്ങളൊരു അസോസിയേഷനൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇതിനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഏത് തരത്തിൽ ഇത് നീങ്ങുന്നില്ല. അങ്ങനെ ഒരു അസോസിയേഷൻ എന്ന് പറയുന്ന മാതിരി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ. കാരണം ഫുട്ബോളാണ് അവിടെ കളിക്കുന്നത്, അതിൻ്റെ അപ്പുറം വേറൊരു എൻ്റർടൈൻമെൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ യാതൊന്നും അങ്ങനത്തെ മനുഷ്യനൊന്ന് ഭക്ഷണം കഴിക്കണ വീട്ടിലുണ്ടാക്കുക. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ സാധാരണ എന്താണെന്നുണ്ടെങ്കിൽ ഈ കുബ്സ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏർപ്പാടുണ്ടല്ലോ. അപ്പോൾ ഇതുണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് നമ്മളെ ബേക്കറി മാതിരി സാധനങ്ങൾ രാവിലെ ആയി കഴിഞ്ഞാൽ അവിടെ പോയി അത് വാങ്ങും, വീട്ടിൽ കൊണ്ടുവരും, ഉപയോഗിക്കും. ഇതാണ് സംഭവമുള്ളത്. കാരണം ഈ പോഷ് ലൈഫിനെ അവിടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതാണല്ലോ ഇപ്പം ഗൾഫിലൊക്കെ കാണുന്ന മാതിരി ഇഷ്ടം പോലെ കാശുള്ളവർക്ക് ചിലവാക്കാനുള്ള അങ്ങനെ ഒരു പോഷ് ലൈഫിനെ അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഞാൻ ഗദ്ദാഫിയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും പിന്നീട് പലയിടത്ത് കേട്ടതും ഒക്കെ ഗദ്ദാഫി പോഷ് ലൈഫിൻ്റെ ഒരാളായിരുന്നു എന്നാണല്ലോ. പുള്ളി ബംഗാസിയിൽ വന്നു പോകുന്നത് ഞങ്ങൾ അറിയുന്നത് പലപ്പോഴും എങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ സ്പൈ വർക്കുകളുണ്ട്. സ്പൈ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവളുടെ ടോപ്പ് സെക്യൂരിറ്റി ആയിരിക്കാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ സാധാരണ ഞങ്ങൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഈ എല്ലാ കട്ട് റോഡ്സിലും ഓരോ വണ്ടികളുണ്ടാവും. സാധാരണ സിവിലിയൻ കാറുകൾ 1-2 പേര് അതിലുണ്ടാവും എന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാറുകൾ ഏതെങ്കിലും പെട്ടെന്ന് റോഡിലേക്ക് കയറി വന്നിട്ട് സൈഡിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളാം ഇയാൾ വരുന്നുണ്ടെന്ന്. നമ്മൾ കാറ് സൈഡിലാക്കി കഴിഞ്ഞു, ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇയാളുടെ ബസ് പാസ് ചെയ്ത് പോകും. ബസ്സിലാണ് സാധാരണ യാത്ര ചെയ്യുന്നത് മുഴുവനും, വലിയൊരു ബസ്സുണ്ട്. അപ്പോൾ ഈ ബസ് പാസ് ചെയ്ത് പോകും, അവിടെ ട്രാഫിക് നിൽക്കലോ പിടിക്കലോ ഒന്നുമില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ കയറാൻ പോവാം. അപ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് ഇദ്ദേഹം സ്ഥലത്തുണ്ട് എന്നുള്ളത്. ഈ ഗദ്ദാഫി എവിടെയാണ് താമസിച്ചിരുന്നത്? പുള്ളി ട്രിപ്പോളിയിലാണ്. അത് ബംഗാസിക്ക് ഇടയ്ക്ക് വരും, അങ്ങനെ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. പക്ഷേ ഈ യാത്ര മുഴുവനും മിക്കവാറും ഈ പറഞ്ഞ മാതിരി ബസ്സിലും ഇതിലൊക്കെയാണ് പുള്ളി പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഈ ഗദ്ദാഫിയുടെ ജീവിതം, അവരുടെ കുടുംബം, കുട്ടികൾ, ഇങ്ങനെയൊക്കെയുള്ളത് ഇപ്പോൾ ഏത് നാട്ടിലും ഭരണാധികാരിയെക്കുറിച്ച് ഇങ്ങനെ ആളുകൾ കഥകൾ പറയുമല്ലോ. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ മോഡിയെക്കുറിച്ച്, മോഡിയുടെ പശ്ചാത്തലം, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെങ്കിൽ ഇന്ദിരാഗാന്ധി, മക്കള് രാജീവ് ഗാന്ധി, ഇതൊക്കെ നാട്ടുകാരുടെ കഥകളിലെ വലിയ വലിയ ത്രില്ലിങ് സ്റ്റോറികളാണ് എന്ന് പറഞ്ഞ പോലെ ആ നാട്ടുകാർ ഗദ്ദാഫിയുടെ മക്കള്, ഗദ്ദാഫിയുടെ കുടുംബം ഇതിനെക്കുറിച്ചൊക്കെ പറയാറില്ലായിരുന്നോ? പുള്ളിയുടെ പേര് പറയുന്നതിന് തന്നെ പലരും ധൈര്യപ്പെടാറില്ല എന്നുള്ളത്. അതിന് റീസൺ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതായിരിക്കാം അത്. പിന്നെ നമ്മളാരും അത് ചോദിക്കാറുമില്ല, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാറുമില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അങ്ങനെ നിങ്ങൾ വന്ന് ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് ആവശ്യമായ കാശുണ്ടാക്കുന്നു, അതിൻ്റെ അപ്പുറം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്നുള്ളതാണ്. ഏത് വർഷം വരെയാണ് അവിടെ തുടർച്ചയായിട്ട് ജീവിച്ചത് ലിബിയയിൽ? 2010 വാക്കേഷൻ വരുന്നത് വരെ. 2010 11 11 അതായത് ആ വിപ്ലവം ഉണ്ടായ അതുവരെ തുടർച്ചയായിട്ട് വെക്കേഷൻ വരുന്നതല്ലാതെ സ്ഥിരമായിട്ട് അല്ലല്ല, വെക്കേഷൻ ഉണ്ട്. 2 കൊല്ലം കൂടുമ്പോൾ ഞങ്ങൾ വരുമ്പോഴേ അല്ല, അതുവരെ തുടർച്ചയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. യെസ്. ഇതിനിടയ്ക്കും ചില യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടില്ലേ? പ്രത്യേകിച്ച് നാറ്റോയുടെ നേതൃത്വത്തിലുള്ള ചില യുദ്ധങ്ങളൊക്കെ. 86 നാറ്റോയിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞങ്ങളന്ന് താമസിക്കുന്ന ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഈ പറഞ്ഞാൽ 72 ഫാമിലികളുണ്ട് താമസിക്കുന്നുണ്ട്. അവിടെയാണ് രാത്രി ഉറങ്ങുമ്പോഴാണ് പൊട്ടുന്ന ശബ്ദം കേട്ടത്. ചാടി എഴുന്നേറ്റ്, അന്ന് മോൾക്ക് 3 വയസ്സാണ് ഉള്ളത്. അപ്പോൾ ചാടി എണീറ്റ് എന്താണെന്നറിയില്ല, നമുക്ക് എവിടുന്നാ പൊട്ടുന്നതെന്നുള്ള എല്ലാം കൂടെ പുറത്ത് ചാടി നോക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് താമസിക്കുന്ന ഒരു ഈജിപ്ഷ്യൻ ഫാമിലിയാണ്, മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്നത്, ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു ബോംബ് വീണതാണ്. ഞാൻ നിങ്ങൾക്ക് ഞങ്ങളിത് ദിവസം ഈജിപ്തിലെ ദിവസം ഇസ്രായേലിൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഞങ്ങൾക്കറിയാം സംഭവം. ഉടൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കോ, ഉള്ള പാസ്പോർട്ടും ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് കയ്യിലെടുത്തോ, ബാക്കി ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അവിടെ തന്നെ 2 സ്വർണ്ണ കോയിനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2 എടുത്തു, പാസ്പോർട്ടും എടുത്തു, മോളെ എടുത്ത് ബ്ലാങ്കറ്റിൽ പോയി ചാടി പുറത്ത് ചാടി 2 പേരും കൂടെ കൂട്ടി എന്നുണ്ടെങ്കിൽ. അപ്പോഴേ നമുക്കറിയില്ല, ആദ്യമായിട്ടുള്ള ഇത് കാണും ചെയ്യുന്നത്. പുറത്തിറങ്ങിയ പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, തൽക്കാലം പുറത്തേക്ക് നിൽക്കുക, ഏതായാലും അകത്ത് കയറണ്ട, ബിൽഡിങ് വേണം, ബിൽഡിങ് പൊളിഞ്ഞ് വീഴില്ലേ, അതിൻ്റെ അടിയിൽ പടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒന്ന് രാത്രി മുഴുവനും പുറത്ത് തന്നെയാണ്. നല്ല തണുത്ത സമയവും. അതിനിടയ്ക്ക് വീണ്ടും ഈ സ്ഫോടന ശബ്ദമൊക്കെ കേട്ടോ? അവിടെയും ഇവിടെയൊക്കെ പൊട്ടുന്നുണ്ട്. എവിടെയും നിന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ എന്താ നടക്കുന്നതെന്നുള്ളതൊന്നും. നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനെ ഒരു ശബ്ദം തന്നെ. ഏതായാലും രാവിലെ വരെ അങ്ങനെ പുറത്ത് കഴിഞ്ഞു. രാവിലെ എൻ്റെ വീട്ടിലൊക്കെ കയറി എല്ലാം കൂടെ ആക്കി. അപ്പോൾ വിവരം പറഞ്ഞു ഇങ്ങനെയാണ് ബോംബ് വീണതാണ്, അമേരിക്കയുടെ ഇതാണ്. അമേരിക്കയുടെ എന്നേ പറയുള്ളൂ, കാരണം ഇവരുമായിട്ട് സംസാരിക്കാൻ നമുക്ക് ആർക്കും ഇതില്ലല്ലോ.
അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഉള്ളത്, അതുകൊണ്ട് തൽക്കാലം ഇന്നാരും ജോലിക്ക് പോകണ്ട എന്നുള്ള ആ ഒരു ഇതിലായി. എന്താ വിവരം എന്നറിയാനുള്ളത്. പകൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവിടുത്തെ മാധ്യമങ്ങൾ അപ്പോൾ ഈ ഇത്തരം വിവരങ്ങളൊന്നും തരികയില്ല? റേഡിയോ ഇല്ല അന്ന്? റേഡിയോ ഇല്ല, അവിടെ റേഡിയോ ഇല്ല, റേഡിയോ പരിപാടിയില്ല. ടെലിവിഷൻ എന്ന് പറയുന്ന അറബിക് ചാനലാണുള്ളത്. അല്ലാതെ ന്യൂസ് ഇല്ലേ അതിനകത്ത്? ഇതൊന്നും നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. അല്ല, ഇപ്പോൾ ഈ ബാക്കി അറിയുന്നവരോട് ചോദിച്ചാൽ വിവരം കിട്ടില്ലേ? അറിയുന്നവർ ചോദിക്കുന്നതാണ് നമുക്ക് ഈ വിവരങ്ങൾ പറഞ്ഞു തരുന്നത് അവർ. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുള്ളത്. അവിടെ പത്രമുണ്ടോ? അറബിക്ക് പത്രം ഉണ്ടാവും, പക്ഷെ നമുക്ക് അതുമായിട്ട് യാതൊരു ഇതുമില്ല. അപ്പോൾ പിറ്റേ ദിവസം ഇതായപ്പോൾ വിവരങ്ങളൊക്കെ പകലായപ്പോൾ ഡിസ്കഷനൊക്കെ വന്ന് ഓരോരുത്തർ പറഞ്ഞ് വിവരങ്ങളിങ്ങനെ പറയാൻ തുടങ്ങി. സന്ധ്യ ആയപ്പോഴേക്ക് സംശയമായി, ഇനി രാത്രി ഉണ്ടായാലോ. എന്തെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊരു അഗ്രികൾച്ചർ ഫാമുണ്ട്, ഈന്തപ്പന ഈന്തൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ മലയാളികളും ഇവരെല്ലാവരും കൂടി തൽക്കാലം ഏതായാലും ബിൽഡിങ് രാത്രി ഇടുകയാണെങ്കിൽ ബിൽഡിങ് അടിയിൽ പെടണ്ടല്ലോ, മോളെയൊക്കെ എടുത്ത് ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ്, നല്ല തണുപ്പാണുള്ളത് സമയമാണ്, എടുത്ത് ഞങ്ങൾ എനിക്ക് തോന്നുന്ന ഒരു 10-15 ഫാമിലിയോളം ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കൂടിയിട്ട് ഈ ഫാമിലായിരുന്നു രാത്രി മുഴുവനും കഴിഞ്ഞത്. എന്നുണ്ടെങ്കിൽ ഒരു നിവൃത്തിയില്ല വേറെ തന്നെ. അന്നൊരു കുട്ടിയേ ഉള്ളൂ? അന്ന് മോള് മാത്രമേ ഉള്ളൂ. യെസ്, മോൾക്ക് 3 വയസ്സാണ് എന്നുള്ളത്. എന്നുണ്ടെങ്കിൽ അവളിപ്പോൾ ഡോക്ടറാണ് ബോംബെയിൽ. അങ്ങനെ രാവിലെ വരെ ആയപ്പോഴേക്ക് ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. എഴുന്നേറ്റ് തിരിച്ച് വീട്ടിലേക്ക് വന്നു. എന്തിനു വേണ്ടിയായിരുന്നു, എന്തായിരുന്നു ആ യുദ്ധത്തിൻ്റെ കാരണം, അന്നത്തെ ആ സംഘർഷത്തിൻ്റെ കാരണം? ശരിക്കും ഞാൻ അറിഞ്ഞ കാരണങ്ങൾ 2 എണ്ണമാണ്. ഒന്ന്, ഈ ലോക്കർബി ബോംബിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നടന്നിരുന്നു, ഇത് ഇംഗ്ലണ്ടിൽ ആ വിമാനം തകർന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ പുള്ളി അതിനിടയ്ക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുള്ളിക്ക് പിന്നെ അറിഞ്ഞിടത്തോളം എന്താണെന്നുണ്ടെങ്കിൽ എവിടെ ആക്രമണം നടന്നാലും ഞാനാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്ന ഒരു സ്വഭാവം. ഗദ്ദാഫി ഒരു സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കഴിവുകൊണ്ടാണ് അത് നടത്തിയതെന്നുള്ളത്. അങ്ങനെ ഒരു വിളിച്ച് പറയൽ നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ അതങ്ങനെ വിട്ടു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജർമ്മനിയിൽ ഒരു നൈറ്റ് ക്ലബ്ബിൽ ബോംബിങ് നടന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആയ സമയത്ത് അതിൻ്റെ റീബൗണ്ടിങ് ആണ് ഇത് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. ഇതായിരിക്കാം കാരണം എന്നുള്ളത്. അതിനും പുള്ളിയെ വിളിച്ച് പറഞ്ഞിട്ടായിരിക്കും, കാരണം പുള്ളിയുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആക്ച്വലി ഞാൻ അറിഞ്ഞെന്താണെന്നുണ്ടെങ്കിൽ ലോക്കർബി ബോംബിലേക്കൊന്നും പുള്ളിയുടെ കൈയില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഈ ചെന്ന കാലം മുതൽ ഒരു പൈപ്പ് കമ്പനിയിലാണ് ജോലി ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ? പിന്നെ തുടർന്ന് അവിടെ തന്നെ ആയിരുന്നു? 8-9 കൊല്ലത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തു. കാരണം എന്താണെന്ന് വളരെ കൺവീനിയൻ്റ് ആണ് അവിടുത്തെ വർക്ക്. എന്താണെന്നുണ്ടെങ്കിൽ ഒരു 7 മണിക്ക് ഒരു ബസ് വരും, നമ്മളതിന് പോയി അവിടെ ചെന്നു, 2 മണിക്ക് ജോലി കഴിയും, തിരിച്ച് വീട്ടിൽ വന്ന് ഫ്രീ ആണ്. എന്നുണ്ടെങ്കിൽ വലിയ ടയേർഡ്സ്. എന്തായിരുന്നു അവിടുത്തെ ജോലി? ഞാൻ ശരിക്കും മെയിൻ്റെനൻസിലാണ് വർക്ക് ചെയ്യുന്നത്, ഫാക്ടറിയാണ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയർ. അത് ഈ ഓയിൽ കമ്പനിക്കൊക്കെ വേണ്ടിയിട്ട് വലിയ ഒരു 34 ഇഞ്ചും 40 ഇഞ്ച് 50 ഇഞ്ച് സ്റ്റീൽ പൈപ്പ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ വലിയ ഫാക്ടറിയാണ്. വലിയ ഫാക്ടറി, ആസ്ഫാൾട്ട് ഇതൊക്കെ കവർ ചെയ്തിട്ട് ഒരു വലിയ ഇതായിട്ടുള്ളൊരു ഇതാണത്. അപ്പോൾ ലൈഫ് വളരെ കംഫർട്ടബിളാണ്. പിന്നെ മോള് കൂടെ ഉണ്ട്, പിന്നെ വേറെ എവിടെയും പോകണ്ട. ഇനി വേറെ എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ നമ്മൾ ഔട്ട് ഓഫ് ഇത് പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വളരെ കംഫർട്ടബിളാണ്. ആദ്യത്തെ സമയമല്ലേ, എല്ലാം കൂടെ കൂട്ടിയിട്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. ശരിക്കും അക്കാലത്ത് ലിബിയയുടെ എക്കോണമി എണ്ണ തന്നെയായിരുന്നോ? യെസ്, എണ്ണ വലിയ തോതിൽ എണ്ണ ഖനനം ആ സമയത്ത് നടക്കുന്നുണ്ട്. കാരണം അവരുടെ ശരിക്കുള്ള ഇൻകം അത് മാത്രമേ ഉള്ളൂ. കൃഷി അവിടുത്തെ എങ്ങനെയാണെന്ന് അതിപ്പോൾ കൃഷി ഞാൻ ശരിക്ക് പഠിച്ചതെന്നാണ് അവസാനമാകുമ്പോഴേക്കാണ് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. കാരണം അവിടെ എങ്ങനെ സ്ഥലമുണ്ട്, വേണ്ട എല്ലാ ഇതും ഗവൺമെൻറ് കൊടുക്കും, നിങ്ങൾക്ക് വിത്ത് കൊടുക്കും, ആയുധങ്ങൾ കൊടുക്കും, മറ്റു കൊടുക്കും, നിങ്ങൾ ജോലി മാത്രം ചെയ്താൽ മതി എന്നാണ്, നിങ്ങൾ ഉണ്ടാക്കിക്കോളാം, അത് മാത്രമേ വേണ്ടുള്ളൂ. പക്ഷേ പലപ്പോഴും ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ആരെ കൊണ്ടെങ്കിലും പണിയെടുപ്പിക്കുക എന്നുണ്ടെങ്കിൽ വേണ്ട സുഡാനികളാണ് ഒരുവിധം അധികം ആൾക്കാർ. പക്ഷെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അവിടെ ഇഷ്ടം പോലെ, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ലിബിയൻസ് ഉണ്ട്, ഒരിടത്തിലും പറയാനില്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരിയാണ് എന്താണെന്നുണ്ടെങ്കിൽ ആരബ്സിൻ്റെ സ്വഭാവം കുറേ നമുക്കും അറിയാമല്ലോ, അതിൻ്റേതായ എഫക്റ്റ് അവരിലുണ്ട്. കുറേയൊക്കെ സുഖിമന്മാരാണ്. യെസ്. ഗവൺമെൻറ് ഈ പൗരന്മാർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത് ആ നാട്ടുകാർക്ക്? ഞാൻ അറിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഈ മറ്റേ സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കൊല്ലത്തെ മിലിറ്ററി ട്രെയിനിങ് ഇറ്റ്സ് എ മസ്റ്റ്, ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ. എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ കുറവാണ്, ഏത് സമയത്ത് ആവശ്യം വന്നാലും വിളിക്കാൻ അവരെ പ്രിപ്പയർഡ് ആക്കുക എന്നുള്ളത്. പിന്നെ
ഒരു കല്യാണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടില്ലെങ്കിൽ ഗവൺമെൻറ് ഒരു 6 മാസത്തിനകം വീട് ശരിയാക്കി കൊടുക്കും എന്നുണ്ടെങ്കിൽ. അതുമാതിരി വണ്ടിയില്ലെങ്കിൽ ലോൺ കൊടുക്കും. ലോൺ എന്ന പേരേ ഉള്ളൂ, അടച്ചില്ലെങ്കിൽ അടച്ചില്ല, തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ പേരിന് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെയുള്ള വേണ്ട ഫെസിലിറ്റികളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർക്ക് പണം കൊടുക്കുന്നുണ്ട്. ഓരോ കുട്ടികൾക്കും ഇത്ര. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫ്രീ ആണ്, യാതൊരു തരത്തിലും ഇതുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബെനിഫിറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ പോഷ് ലൈഫിൽ ഇല്ലാത്ത എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. സുഖമായിട്ട് ജീവിക്കാം എന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെ, നമുക്ക് ആവശ്യമായ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പോഷ് ലൈഫ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ദുബായിലൊക്കെ കാണുന്ന മാതിരി ധാം ധൂം ലൈഫ് വേണ്ടെങ്കിൽ ഏറ്റവും സുഖമായ ജീവിതമാണത്. ആ ലൈഫ് വേറെ പിന്നീട് വെക്കേഷന് പോയിട്ട് എവിടെയെങ്കിലും ആസ്വദിക്കുക, അതേ പറ്റുള്ളൂ. അത്രേ വേണമെങ്കിൽ. അതെ. 2 മാസത്തെ ലീവിന് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ 2 മാസത്തെ ലീവിന് വരുന്ന സമയത്ത് എൻ്റെ വൈഫിൻ്റെ വീട് ചങ്ങനാശ്ശേരിയാണ്. അപ്പം ഞങ്ങൾ അവിടുന്ന് ഒരു ട്രിപ്പ്, കോഴിക്കോട്ട് നിന്ന് ഒരു ട്രിപ്പ് അടിക്കും ഇങ്ങോട്ട്, കുട്ടികളെയും കൂട്ടിയിട്ട് വഴിക്ക് എല്ലായിടത്തും കയറി അവിടെ നിന്ന് തിരിച്ചു പോകും. വീട്ടിലത്തെ കാര്യങ്ങൾ കഴിയുമ്പോഴേക്ക് ഓൾമോസ്റ്റ് തിരിച്ചു പോകാനായി. 2 മാസത്തെ ലീവ് ഉണ്ടാവും. അപ്പോൾ ഈ മാസം 2 മാസത്തെ ലീവ് അടിച്ചാൽ അവിടെ ചെന്ന് പിന്നെയും ജോലിക്ക് ഇതാവും. അതാണ് നോർമൽ ലൈഫ്. ഒരു അറബി നാട്ടിലെ ഒരു ഭൂപ്രകൃതിയൊക്കെ തന്നെയാണോ ഈ ലിബിയയുടേതും ഏകദേശം? ലിബിയയുടെ ഒരു ഓൾമോസ്റ്റ് 90% സഹാറൻ ഡെസേർട്ടാണ് കംപ്ലീറ്റ് എന്നെങ്കിൽ. ആ സഹാറൻ ഡെസേർട്ടിലെ ആൾക്കാർ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു 10-600 ഗോത്രവർഗ്ഗങ്ങളുണ്ട് അവിടെ. പുള്ളി ഇതിനെ എല്ലാവരെയും കൂടെ കൂട്ടി ഒന്നെങ്കിൽ ബൈ ഫോഴ്സും അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തിയിട്ടും ഇവരെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു ഗ്രൂപ്പായിട്ട് പുള്ളി കൺട്രോൾ ചെയ്ത് നടക്കായിരുന്നു. അതാണ് ഇപ്പോൾ ഡിസ്പേഴ്സായത് എന്നുണ്ടെങ്കിൽ. പിന്നെ കോസ്റ്റൽ ഏരിയയിലാണ് ആൾക്കാരുടെ താമസം മുഴുവനും. പിന്നെ ചെറിയ സ്ഥലങ്ങളില്ല, ചില കുഫ്ര എന്ന് പറയുന്ന സ്ഥലം ഇൻസൈഡ് ഡെസേർട്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ അമ്മയിലുള്ള ചില ഗോത്രവർഗ്ഗങ്ങൾ താമസിക്കുന്നുണ്ട്. പക്ഷേ കൃഷി മുഴുവൻ നടക്കുന്നത് മുഴുവനും ഈ കോസ്റ്റൽ ഏരിയയിലാണ്. ഇവർ ഈ ഫിഷിംഗ് ഉണ്ടോ? അവർക്ക് ഫിഷിംഗ് ഉണ്ട്. യെസ്, ഫിഷിംഗ് ഉണ്ട് ഒരുപാട്. പിന്നെ ഈ പറഞ്ഞ പോപ്പുലേഷൻ വളരെ കുറവല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട്. പിന്നെ ഇതിനു വേണ്ടിയിട്ടാണ് പുള്ളി ഒരു വലിയൊരു ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി, ഗ്രേറ്റ് മാൻ മെയ്ഡ് റിവർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാക്കി. അതെന്തായിരുന്നു സംഭവം? നൈലിൻ്റെ ഒരു അണ്ടർഗ്രൗണ്ട് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സഹാറൻ ഡെസേർട്ടിലെ ഒരുവിധം ഏരിയകളിൽ മുഴുവൻ അണ്ടർഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് ഉണ്ടെന്ന്. പുള്ളി എന്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ 1000കണക്കിന് ട്യൂബ് വെല്ല്, ഈ കുഫ്ര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളെ ഈജിപ്ഷ്യൻ ബോർഡറാണ്. അതേമാതിരി വേറെ പല സ്ഥലങ്ങളിലും ഉണ്ട്. ട്യൂബ് വെല്ലടിച്ച് 1000കണക്കിന് ട്യൂബ് വെല്ലടിച്ച് അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് വലിയ കുഴലിൽ കൂടി, വലിയ കുഴലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അതൊരു നമ്മളൊരു നോർമൽ ട്രക്കൊക്കെ കടന്നു പോകും. അത്രയും വലുതാണ്. അപ്പോൾ അമ്മാരുള്ള ഒരു 2000 ചില്ലാനം കിലോമീറ്റർ ദൂരത്തിൽ അത് കുഫ്രയിൽ നിന്ന് ബംഗാസിയിൽ നിന്ന് ബ്രേഗ എന്ന് പറഞ്ഞ കോസ്റ്റൽ ഏരിയ ആണ്. ബംഗാസി കുഫ്ര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡെസേർട്ടിൻ്റെ നടുക്കാണ്. അവിടെ നിന്നിട്ട് അജാബിയ വന്ന് ബ്രേഗ വന്ന് അപ് ടു ട്രിപ്പോളി പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. അതുകൂടെയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്വീറ്റ് വാട്ടർ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ അവിടെ കിട്ടിയിരുന്ന മുഴുവൻ ഉപ്പുവെള്ളമാണ്. ഞാൻ ശരിക്കും ഫലപ്രദമായ വിജയമാണത്. യെസ്, ആ പ്രോജക്റ്റ് അതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പട്ടണങ്ങളിൽ വെള്ളം എത്തിക്കുന്നത്. അതാണ് ഒരു ലാസ്റ്റ് 2 കൊല്ലം മുമ്പ് മറ്റേ ബെയ്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡാം പൊട്ടി എന്ന് പറയുന്നത്. ഇത് ഡാം ഇടയ്ക്കിടയ്ക്ക് കെട്ടിയിട്ട് ഇവർ വെള്ളം സ്റ്റോർ ചെയ്യുന്നുണ്ട്. സ്റ്റോർ ചെയ്തിട്ട് അതിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. അവിടെയാണ് ഈ മെയിൻ്റനൻസ് ഇല്ലാണ്ട് ഇവർ ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മെയിൻ്റനൻസ് ഇല്ലാണ്ട് പൊട്ടി എന്ന് പറയുന്നത്. ഇത് സംഗതി അത് ശരിക്കും പറഞ്ഞാൽ വേത്തുവയില്ല. അങ്ങേറ്റം ഒരു ട്രിപ്പോളി വരെ ഉണ്ട്. യെസ്. നിങ്ങൾ ജോലി ചെയ്ത പട്ടണങ്ങളിലല്ലാതെ ലിബിയയുടെ ഉൾനാടുകളിലേക്കോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? വിസിറ്റിന് വേണ്ടി പോയിട്ടുണ്ട്. ഉൾനാട് എന്ന് പറയാൻ ഉൾനാടല്ല ഇത് ശരിക്കും പറഞ്ഞാൽ. ബെയ്ത എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇത് ഹൈ റേഞ്ചാണ്. ഇവിടെയുള്ള സിസ്റ്ററൊക്കെ ജോലി ചെയ്തിരുന്ന സ്ഥലമാണത് ബെയ്ത. അവിടെ ഈ ഷഹാദ് എന്ന് പറഞ്ഞ പണ്ട് ക്ലിയോപാട്രയൊക്കെ വന്ന് താമസിച്ചിരുന്ന അവരുടെ ഒരു പഴയ മോണുമെൻറ്റ്സും മറ്റതും മറിച്ചതൊക്കെ ആയിട്ട് സുഖവാസ കേന്ദ്രമാണ്. സുഖവാസ കേന്ദ്രമാണ് അത്. കാരണം ആൾക്കാർ പോയി വിസിറ്റ് ചെയ്തു തന്നെ. പിന്നെ ഈ പറഞ്ഞല്ല പോസ്റ്റ് ലൈഫിന് ഇതില്ലാത്തതുകൊണ്ട് ആൾക്കാർ പോയി താമസിക്കലൊന്നുമില്ല. പോയി കണ്ട് നോക്കി എല്ലാം കണ്ട് ഇപ്പോൾ രാവിലെ ഒരു ദിവസം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വയനാട്ടിൽ പോകുന്ന മാതിരി പോയി കഴിഞ്ഞു. അവിടെ നിന്നെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു പോരും. ഇങ്ങനത്തെ ഒരു ഇതാണ് ഷഹാദ് എന്ന് പറയുന്നുള്ള ഒരു സ്ഥലമുണ്ട്.
അതേമാതിരി ഇമാതിരിയുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ 1-2 പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ട് ചെന്നൈന്. പിന്നെ വൈഫിൻ്റെ സിസ്റ്റർ അവിടെ ഉള്ളപ്പോൾ എപ്പോഴും വേണമെങ്കിലും പോവാറുണ്ട്. അതാണ്. അല്ല, അവിടെ ഈ സുഖവാസ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും വേറെ എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ ഇല്ല, അങ്ങനെ ഒന്നുമില്ല, റെസ്റ്റോറൻറ്റുകൾ പോലും ഇല്ല. ആ റെസ്റ്റോറൻറ്റ് സാധാരണയുള്ള ഒരിത് അത്രയേ ഉള്ളൂ. എൻ്റെ ഞാൻ പറഞ്ഞില്ല, ഹൈ പോഷ് ഏർപ്പാടൊന്നും യാതൊന്നും. അല്ല, ഹോട്ടലുകളൊക്കെ ഉണ്ടോ താമസിക്കാൻ പറ്റുന്നത്? ആ നോർമലായിട്ട്. പക്ഷെ ആരും അങ്ങനെ അധികം ഇതായിട്ടൊന്നും അപ്പം ഞങ്ങളൊന്നും പോയിട്ട് ഹോട്ടലൊന്നും താമസിച്ചിട്ടില്ല. ഈ ലിബിയക്കാർ പൊതുവേ എന്ത് ജോലിയൊക്കെ ചെയ്താൽ ജീവിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ബേസിക്കായിട്ട് അവർക്ക് ആട് കൃഷിയാണ്. ഓ, അത് ശരി. പിന്നെ മീൻ പിടിക്കലുണ്ടായിരിക്കും. പിന്നെ ബാക്കിയുള്ള ഈ പറഞ്ഞ മാതിരി കൃഷിപ്പണിയും മറ്റതും മറിച്ചതും അത്യാവശ്യം ഇതെല്ലാം കിട്ടുന്നുണ്ട്. ആട് ഇഷ്ടം പോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ തന്നെ വളർത്തും. ഒരു ഇൻഡസ്ട്രി മാതിരി വരെ നടത്തുന്നവർക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യും, നല്ല എക്സ്പേർട്സും ആണ് പലരും എന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ പറഞ്ഞ ചെറിയൊരു മടി എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവരുടെ നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഈ ലിബിയക്കാരുടേതാണോ അതോ വിദേശികളുടെ വല്ലതാണോ? അല്ലല്ല, മുഴുവൻ. പക്ഷേ ഈ സബ് കോൺട്രാക്ടേഴ്സ് ഉണ്ട്. കാരണം റിഫൈനറികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ സബ് കോൺട്രാക്ടേഴ്സ് ഒരുപാട് വേണ്ട. ജർമ്മനുണ്ട്, ഇറ്റാലിയൻ ഉണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ട്. അവിടെയൊക്കെ ഫിലിപ്പീനുകളിലുണ്ട്, എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഈ പ്രൈവറ്റ് സംരംഭം അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതായിട്ടില്ലേ അവിടുത്തെ പോളിസി? യെസ്. അത് പക്ഷേ അവസാനമായപ്പോഴേക്ക് കുറേ മാറി. കാരണം ഈ മറ്റേ ഇത് കഴിഞ്ഞപ്പോഴേക്ക് ബോംബിങ് കഴിഞ്ഞല്ലോ, 86 ബോംബിങ് കഴിഞ്ഞപ്പോഴേക്ക് കുറേശ്ശെ മാറാൻ തുടങ്ങി. അതാണ് കാരണം, അല്ലാണ്ട് ശരിയാവില്ല എന്നുള്ളത് മനസ്സിലായി. ഈ 2010 കഴിഞ്ഞ് 11 ആകുമ്പോഴേക്കുമാണല്ലോ അവിടെ ആദ്യത്തെ ഒരു വിപ്ലവം അല്ലേ പൊട്ടിപ്പുറപ്പെടുന്നത്. ആ ദിവസങ്ങൾ എങ്ങനെയാണെന്ന് ഓർക്കുന്നുണ്ടോ? 2 പ്ലെയിനിൽ നിറച്ച് തീവ്രവാദികളെ ഇറക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെ, ഈ വിമാനത്തെ വന്ന് ഇറങ്ങിയത് ആരെ? ഇവിടുന്ന് ബംഗാസി മിലിറ്ററി ബാരക്ക് തകർത്തു. അവിടെ നിന്നവരെ ഷൂട്ട് ചെയ്തു. എന്നിട്ട് അതിനകത്ത് ഉള്ള സാധനങ്ങളെല്ലാം പുറത്തെടുത്തു, ആയുധങ്ങളെല്ലാം എടുത്തു. മാത്രമല്ല, പോയി എല്ലാ ജയിലുകളും തുറന്നു. വഴിയിലിറങ്ങി കാണുന്നവരെ പിടിച്ചു പറിക്കാനും ഉപദ്രവിക്കാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ തുടങ്ങി. മാത്രമല്ല, ഞങ്ങൾ റോഡ് സൈഡിലാണ് ഞങ്ങളുടെ ഗവൺമെൻറ് ബിൽഡിംഗ് ഉണ്ടായിരുന്നത്, താമസിച്ചിരുന്നത്. ഈ ബിൽഡിങ്ങിനിട്ടൊക്കെ ഇവർ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. മിസൈൽ പൊട്ടുന്ന ശബ്ദം കേൾക്കാം. പിന്നെ യന്ത്രത്തോക്ക് ഘടിപ്പിക്കുന്ന ഒരു ജീപ്പ് പോലത്തെ സാധനം, പിക്കപ്പ് വണ്ടിയിൽ ഇതും കെട്ടി കാണുന്നവർക്കിട്ടൊക്കെ പയ്യന്മാർക്ക് ടീനേജ് ബോയ്സാ, അവർക്കൊരു വിവരമില്ല. അപ്പൊ ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ കൂടെ പോരുക എന്നുള്ളത് ഭയങ്കര റിസ്ക് തന്നെയായിരുന്നു. നമുക്ക് വേറെ നിവൃത്തിയില്ല. കാരണം ഷിപ്പ് വന്ന് കിടക്കുന്നു, നമ്മളിപ്പം പുറത്തോട്ട് ഇറങ്ങിയില്ല, നമുക്ക് യാത്ര ചെയ്ത് അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ നമ്മൾ കുടുങ്ങി പോകും. പിന്നെ ഷിപ്പും ഇല്ല, പിന്നെ പോരാനും പറ്റില്ല. കണ്ടിന്യൂസ് വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കും.